നമസ്കാരം. രൂക്ഷമായ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിയപ്പോ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും വേണ്ടാത്ത നേതാവ് ഏകാധിപതിയായി നമ്മുടെ സംസ്ഥാനം വാണപ്പോ ആ പാർട്ടിക്കാർ തന്നെ ഒരു താക്കീത്, ആ പാർട്ടി നിലനിർത്താൻ വേണ്ടി ഒരു താക്കീത് കൊടുത്തപ്പോ ആ താക്കീതിനെ തങ്ങളുടെ വലിയ അധികാരമായി അല്ലെങ്കിൽ തങ്ങളുടെ അവസരമായി തെറ്റിദ്ധരിക്കുന്ന കോൺഗ്രസ്സുകാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. 140 സീറ്റില് 102 സീറ്റും കിട്ടി അധികാരം കൈയാളാൻ നിൽക്കുന്ന സമയത്ത് ഈ തമ്മിലടി അടിക്കുമ്പോൾ KC വേണുഗോപാൽ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ, കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2026 ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. ഒരുപക്ഷെ UDF അധികാരം കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടുമ്പോൾ തങ്ങൾക്ക് മുഖ്യമന്ത്രി ആകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം MP സ്ഥാനത്തേക്ക് മത്സരിക്കാതെ ഇവിടെ നിന്നുകൊണ്ട് VD സതീശനും K സുധാകരനും അതുപോലെ രമേശ് ചെന്നിത്തലയ്ക്കും എല്ലാവർക്കും ഒപ്പം ഇവിടെ കേരളത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കാമെന്ന് എന്തേ ചിന്തിച്ചില്ല? അന്ന് കേന്ദ്രത്തോടൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് വളർത്താനുള്ള പരിപാടിയായിരുന്നു അല്ലെ? അല്ല, KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് ശേഷം കോൺഗ്രസിന് ഒരു സ്ഥാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകേണ്ട ആളാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണല്ലോ. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്നുണ്ടെങ്കിലും ആ ആളാണ് നാട്ടുകാരുടെ പൈസ, എന്റെ നിങ്ങളെ അടക്കം നികുതി പണം എടുത്തുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MP ആയി 2 കൊല്ലമായിട്ട് അവിടെ ചെന്ന് ഇരുന്നിട്ട് ഇപ്പൊ കേരളത്തില്, അതായത് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ചുമതല ഏറ്റിട്ട് അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് ഒരു വാർഡിൽ ജയിച്ചു വന്നിട്ടുള്ള, വളരെ കഷ്ടപ്പെട്ട് ജയിച്ചു വന്നിട്ടുള്ള ഒരു വാർഡ് മെമ്പറെ കൊണ്ട് രാജിവെപ്പിച്ച് അയാളുടെ സ്ഥാനത്ത് നിന്ന് മത്സരിച്ചിട്ട് ആ പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തുന്ന ഒരു തെമ്മാടിത്തര പണിയുണ്ടല്ലോ, ചണ്ടിത്തര പണി. അതത്ര സുഖമുള്ള ഒരു പണിയല്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ തരംഗം ഉണ്ടായിരുന്നു എന്നും അതുപോലെ UDFന് 102 സീറ്റ് കിട്ടും എന്നും കിട്ടി എന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത്. അവിടെ ഹൈക്കമാൻഡായി ഇരുന്നു കൊണ്ട് കൃത്യമായി കേരളത്തിലെ ഭരണ സ്ഥിരത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സ്ഥാനത്ത് ഇവിടെ ഒരുത്തൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ജയിച്ചു വരുമ്പോ അവന്റെ കൂടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടിട്ട് അവന്റെ അധികാരം പിടിച്ചു വാങ്ങുന്ന രീതി ഉണ്ടല്ലോ, അതത്ര ശരിയല്ല. KC വേണുഗോപാൽ എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ഒന്നിനും പറ്റില്ല, കോൺഗ്രസ് അധികാരത്തിൽ വരില്ല, ഇല്ലെങ്കിൽ ഇനി ഇന്ത്യയിൽ എവിടെ തന്നെ കോൺഗ്രസ് വരാൻ പോകുന്നില്ല. ഇപ്പൊ CPM കേരളം ഭരിച്ചതുപോലെ ഇവിടെ ഈ ഇട്ടാവട്ടത്ത് ഇനി കോൺഗ്രസ് കേരളത്തിൽ മാത്രമായി ചുരുങ്ങും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഹൈക്കമാൻഡ് ഒന്നും വേണ്ട, എല്ലാം അവസാനിപ്പിച്ച് കേരളത്തിലായി ചുരുങ്ങാം എന്ന് ചിന്തിച്ചിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒന്നും പറയാനില്ല. ഇത് സത്യത്തിൽ നാണക്കേടാണ്. കേരളത്തിലെ ജനങ്ങൾ, ഇവിടുത്തെ വലിയൊരു വിഭാഗം ഭരിച്ചു മുടിച്ച് എന്താ പറയാ, പൂച്ച പറ്റി കിടക്കുന്ന, പുല്ലും കുരുത്ത് കിടക്കുന്ന, പാമ്പും മുട്ടയിട്ട് കിടക്കുന്ന ഒരു ഖജനാവ് ഉണ്ടാക്കി ജനങ്ങളെ കൊള്ളയടിച്ചാക്കോലത്തിലാക്കുമ്പോൾ അതിൽ നിന്നൊരു മോചനം നേടണമെന്ന് കരുതിയിട്ട് വന്ന ഒരു വിഭാഗത്തോടൊപ്പം ഗതിയില്ലാതെ, അതായത് മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ തങ്ങളുടെ പാർട്ടിയെ നിലനിർത്തണമെങ്കിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല എന്ന് ചിന്തിച്ച സഖാക്കളായ ഈ രാജ്യം നന്നായി നിലനിൽക്കണമെന്ന്, നമ്മുടെ സംസ്ഥാനം നന്നായി നിലനിൽക്കണമെന്ന് കരുതുന്ന ഒരു വിഭാഗമുണ്ട്. ആ ഒരു സമൂഹം, തൊഴിലാളികളെ വിശ്വസിക്കുന്ന, തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നോ നമ്മുടെ സംസ്ഥാനം വികസിക്കണമെന്ന് കരുതുന്ന ഇടതുപക്ഷ സമൂഹം, ആ സമൂഹം അവരുടെ പാർട്ടി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വോട്ട് കൂടി കൊടുത്തിട്ടാണ് ഇവിടെ ഭരണത്തിൽ കയറാനായിട്ട് ഈ തമ്മിലടി കൂടുന്നത്. സത്യത്തിൽ നാണക്കേടാണത്, നാണക്കേട്. ആ കാര്യത്തിൽ CPMനെ കണ്ടുപിടിക്കണം. അവർ പറയും ഇന്ന ആളായിരിക്കും മുഖ്യമന്ത്രി, ഞങ്ങളുടെ സ്ഥാനാർത്ഥി, പറ്റുന്നുണ്ടെങ്കിൽ വിജയിച്ചാൽ മതി എന്ന്. ഇവിടെ VD സതീശനാണ് മുഖ്യമന്ത്രിയായി വരേണ്ടത്, KC വേണുഗോപാൽ അല്ല. KC വേണുഗോപാൽ അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ കൂടി അയാളാകാൻ പാടില്ല. കാരണം അയാൾ നിലവില് അയാളെ തെരഞ്ഞെടുത്ത് അയച്ചിട്ട് MP ആയേക്കാണ്. ആ MP ആകുമ്പോൾ അയാൾ അത് രാജിവെച്ചിട്ടാണ് ഇവിടെ മുഖ്യമന്ത്രി ആകേണ്ടത്. മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരണം, ഇവിടെ അസംബ്ലി മണ്ഡലത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരണം. ഈ 2 തെരഞ്ഞെടുപ്പുള്ള പണം ഈ KC വേണുഗോപാലിന്റെ വീട്ടിൽ അവരുടെ കുടുംബസ്വത്ത് നിന്നെടുത്ത് വിറ്റെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇതെല്ലാം ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ നാട്ടുകാർ, സാധാരണക്കാർ, ഇവരാണ് ആ കാര്യം ഉണ്ടാക്കേണ്ടത്. അത് മാത്രമല്ല, എന്തൊരു നാണക്കേടാണെന്ന് ചിന്തിച്ചു നോക്ക്. 102 സീറ്റിൽ വളരെ കഷ്ടപ്പെട്ട് വിജയമുണ്ടാക്കി. ഓക്കെ, ശരി, KC വേണുഗോപാൽ അങ്ങ് ഉള്ളിലിരുന്നുകൊണ്ട് പ്രവർത്തിച്ചു, VD സതീശൻ പുറമെ നിന്ന് പ്രവർത്തിച്ചു, ആയിക്കോട്ടെ. ഇവിടെ KC വേണുഗോപാലിനെക്കാളും കാഴ്ചയുള്ള, വിഷനുള്ള ഒരു നേതാവ് VD സതീശൻ തന്നെ, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. രമേശ് ചെന്നിത്തല വളരെ സത്യസന്ധനായ, കൃത്യമായ നിലപാടെടുക്കാൻ കഴിയുന്ന ആള് തന്നെയാണ്. അത് ഈ വ്യക്തിപരമായിട്ട് എനിക്കും അനുഭവം ഉള്ളതാണ്. പക്ഷെ ഒരു സംസ്ഥാനത്തെ ഒരുമിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ VD സതീശൻ എന്ന വികാരമല്ല, ആ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട്. അദ്ദേഹം ഈ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ ജനങ്ങളോട്, മീഡിയകളോട്, മറ്റുള്ളവരോട് പറഞ്ഞിട്ടുള്ള വികസന സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങളെ ആരും എതിർത്തിട്ടില്ല. BJP എതിർത്തിട്ടില്ല, ഇവിടുത്തെ CPM എതിർത്തിട്ടില്ല, ആരും എതിർത്തിട്ടില്ല. എതിർക്കുകൊണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള നിലപാടുകളാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തിന് ഇപ്പോ അവസാനം വന്നിട്ടുള്ള ഇവിടുത്തെ യുവാക്കളുടെ നിന്ന് നാട് പൊട്ടുപോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ലോകം മാറുന്ന രീതി, അതിനൊപ്പം നമ്മുടെ യുവാക്കൾ മാറണം. അതിനുള്ള സാഹചര്യങ്ങൾ തങ്ങൾ ഒരുക്കണം. ഒരുക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ നമുക്കെതിരാകും.
മാത്രമല്ല 2026 നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കണം എന്ന രീതിയിലുള്ള പ്രസ്താവനയുണ്ടല്ലോ യുവാക്കളിൽ ചെറിയ പ്രതീക്ഷയൊന്നും അല്ല കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒന്നിനും പറ്റാത്ത ഒരു സാധനം, ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം കേരളത്തിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ നേതാക്കന്മാരുടെ ഇടയിൽ അങ്ങനെ ഇങ്ങനെ ചാടിക്കുള്ളിയുടെ കുഞ്ഞിരാമ എന്ന് പക്ഷെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ കേരളത്തിലെ വോട്ടർമാരായിട്ടുള്ള ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അവർക്കിടയിൽ എവിടെയെങ്കിലും ചെന്നിട്ട് ഏതെങ്കിലും ഒരു പ്രചരണത്തെ ചെന്നിട്ട് നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും കണ്ടിട്ടില്ല. അവിടെ ഡൽഹിയിൽ കുത്തിയിരുന്ന് അവിടെ AC ഇട്ട് കസേരയിൽ അങ്ങോട്ട് ഇരുന്നിട്ട് VD സതീശൻ അത് ചെയ്യ്, K സുധാകരൻ ഇത് ചെയ്യ് എന്ന് പറഞ്ഞതല്ലാതെ എന്താണ് അയാൾ ചെയ്തത്? അയാളൊന്നും ചെയ്തിട്ടില്ല. കേരളത്തിൽ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിനെ ഏത് ബുദ്ധിജീവികൾ എങ്ങനെയൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞാലും KC വേണുഗോപാൽ എന്നൊരാൾ ഈ കേരളത്തിൽ മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ കേരളം തീർന്നു, നശിച്ചു നാരായണക്കരളവും. ഒരു സംശയം വേണ്ട. കാര്യം ജനങ്ങൾക്ക് തൃപ്തിയൊന്നുമില്ല. ഇവിടെ ഞാൻ ആഗ്രഹിക്കുകയാണ്, പിണറായി വിജയൻ എന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ധാർഷ്ട്യം മാത്രമായിരുന്നു കഴിഞ്ഞ സർക്കാരിലാകെയുള്ള വിഷയം. ആ ധാർഷ്ട്യത്തിലൂന്നി ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, ആ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം ഉണ്ടായിപ്പോയി. ഈ ഒരു വാസ്തവം, ഈ 2 പോയിന്റിൽ നിന്നുകൊണ്ടാണ് CPM സർക്കാരിന് എതിരെ അല്ലെങ്കിൽ പിണറായിക്കെതിരെ വലിയ വികാരം ഉണ്ടായത്. അല്ലാതെ ഇവിടെ വികസനം ഉണ്ടാകത്തോണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിച്ച ഈ നമ്മുടെ കേരളത്തില് ഇതുവരെ, ഈ കേരള പിറവിക്ക് ശേഷം ഇതുവരെ ഉണ്ടാകാത്ത വികസനം മുഴുവൻ ഉണ്ടായത് റോഡുകളായിട്ട്, പാലങ്ങളായിക്കോട്ടെ, കെട്ടിടങ്ങളായിക്കോട്ടെ, അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറിലും മറ്റ് അടിസ്ഥാന വികസനങ്ങളിലും എല്ലാം ഏറ്റവും അധികം വികസിച്ചത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ്. അത് എതിർത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല, അത് വാസ്തവമാണ്. പക്ഷെ എന്നിട്ടും സാധാരണക്കാരായ കൂലിപ്പണിക്കാരായിട്ടുള്ള വലിയൊരു വിഭാഗമാണ് ഈ ജീവിതത്തിന്റെ നട്ടല് എന്ന് തിരിച്ചറിയാതെ അവരുടെ നടുവൊടിക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്നു. അവരോട് ഒരു മര്യാദയ്ക്ക് ഒരു വാക്കുപോലും പറഞ്ഞില്ല. എന്തെങ്കിലും ആരെങ്കിലും പ്രതികരിച്ചാൽ കടക്ക് പുറത്തി എന്നും എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കാൻ മെനക്കെടുന്ന പാർട്ടി പ്രവർത്തകരോട് പോലും വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ള ധാർഷ്ട്യമായ ഒരു നിലപാടുണ്ടല്ലോ. എന്തിനും ഏതിനുള്ള ധാർഷ്ട്യം അത് കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ വേദികളിലും അല്ലാതെയും പിണറായിയുടെ പക്ഷത്തു നിന്ന് കാണുന്നുണ്ട്. ആ പിണറായി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നറിയാത്ത ഒരൊറ്റ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു അറിവില്ലായ്മ, ആ അറിവില്ലായ്മ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദാനമാണ് ഈ ഭരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അല്ലാതെ ഇവിടെ വികസനം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ആ ദാനത്തെ മര്യാദയ്ക്ക് ഉപയോഗിക്കുക. ഇത് പണിയെടുത്തുകൊണ്ട് കൃത്യമായി ഈ ഏകോപിച്ച് ഈ ഭരണം 102 സീറ്റിലേക്ക് കൊണ്ട് എത്തിച്ചത് VD സതീശനാണ്. അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന് ഇപ്പൊ ആവശ്യമുള്ളത് ആരാണെന്ന് നോക്കണം. ഇപ്പൊ ആവശ്യമുള്ളത് ജനഹിതം VD സതീശനാണ്. ആ ജനഹിതം അനുസരിച്ച് പ്രവർത്തിക്കാനല്ല, നിങ്ങൾക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ കാര്യം? നേരം വെളുക്കോളം വെള്ളം കോരി കൊച്ചിന്റെ അപ്പയും കഴിയും മൂത്രവും കഴിയും എല്ലാം കഴിഞ്ഞു, നേരം വെളുത്തപ്പോ കൂലി വേറെടുത്ത് വാങ്ങിക്കൊണ്ട് പോയാൽ ആരും സഹിക്കില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തമ്മിലടി എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്ത ജനങ്ങളോടും നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ ഇനി ഒരു മാതൃകാപരമായ ഒരു പെരുമാറ്റം, അത് VD സതീശനെ കണ്ടിട്ടാണ് ഈ സഖാക്കൾ വോട്ട് കൊടുക്കുന്നത്. അത് മറ്റാരെങ്കിലും KC വേണുഗോപാൽ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ പിണറായി വിജയൻ തന്നെ ഒരുപക്ഷെ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വന്നേനെ, 3ാം മുഖ്യമന്ത്രിയായിട്ട് വന്നേനെ. അപ്പോ ഇവിടെ VD സതീശൻ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. സമയമുണ്ടെങ്കിൽ എടുത്തുവെച്ചും കേൾക്കണം. വീടുകളായും അല്ലാതെയും ഒക്കെ കിടപ്പുണ്ടല്ലോ ഇവിടെ. വേണുഗോപാൽ പക്ഷക്കാരൊന്ന് കേട്ടു നോക്കിയാൽ മതി, മനസ്സിലാവും. അതൊക്കെ ഇവിടുത്തെ സഖാക്കളെ തലയിലേക്ക് ഒന്ന് കയറിയിട്ടുണ്ട്. അത് മാത്രമല്ല CPM ഒരു കനൽ തരി ഒരു ഊർജ്ജത്തോടെ ഉള്ളത് ഈ കേരളത്തിൽ, അത് നിലനിർത്തണമെന്ന് ഇവിടുത്തെ സഖാക്കളും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ വിചാരിച്ചു ഒരു 5 കൊല്ലം അവർക്ക് ദാനം കൊടുത്തേക്കാം, നമ്മുടെ പാർട്ടിയും രക്ഷപ്പെടും, അവരും ഒരു മെച്ചപ്പെട്ട ഒരു ഭരണം ഉണ്ടാക്കട്ടെ, കുഴപ്പമില്ല, ചെയ്യുന്നങ്ങ് ചെയ്യട്ടെ എന്ന്. പക്ഷെ അതിന് കടക്കൽ കത്തിവെച്ചുകൊണ്ട് ഈ തമ്മിലടിക്കുമ്പോൾ ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന പാർട്ടിദ്രോഹി ചെയ്യുന്നത് സത്യത്തിൽ ഇവിടെ വോട്ട് ചെയ്ത് കോൺഗ്രസിനെ വിശ്വസിച്ചു കണ്ട് വോട്ട് ചെയ്തിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ, അവരുടെ നെഞ്ചത്തേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക് ചാട്ടുളി കൊണ്ടുള്ള ഒരു കുത്തിയേറാണ്. Different angles. Don't forget to subscribe and support this channel.